Hi everyone, this is part 4 of module 5 automation systems. In this video we cover electromechanical and electro-pneumatic actuating systems, valves and shape memory alloys. An electromechanical actuating system is also an electrical actuating system. It converts electrical energy into mechanical energy. There are different types of conversions. Ways of conversions. One of the popular method Lorentz law വെച്ചിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ലോറൻസ് ലോൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. The components of electromechanical actuating system. It consists of DC and AC motors, solenoids, voice coils, active materials എന്ന് പറഞ്ഞാൽ piezoelectric electrostrictive materials etc. Then micro electromechanical systems MEMS. ഈ ലോറൻസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when current carrying conductor is placed in a magnetic field it experiences a mechanical force. ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത് നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോറിൽ പഠിച്ചിട്ടുള്ളത്. സോ ഇനി ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസ് ദ സോളിനോയിഡ്. This is the block diagram of electromechanical system. This block diagram consists of electrical power, flight control computer and actuator control electronics, electrical power drive electronics, BLDC motor, gear, RVDT, screw jack, electromechanical actuator EMA. അതാണ് ഡാഷ് ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. The first element is solenoid. It is a simple electromechanical actuator. ഈ ആക്ച്വേറ്റർ ആണ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ. ഈ സോളിനോയിഡിന് രണ്ട് പാർട്സാണുള്ള ഒരു കോയിലുണ്ട്, ഒരു പ്ലഞ്ചറുണ്ട്. ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ലോഡഡ് ടൈപ്പിലാണ് ഉണ്ടാവുക. രണ്ട് ടൈപ്പാണ്, ഒരു ഫ്രീ സ്റ്റാൻഡിങ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ലോഡഡ് ടൈപ്പ് പ്ലഞ്ചറാണ്. ഇനി രണ്ടാമത്തെ പാർട്ടാണ് കോയിൽ. This coil have some voltage or current rating and അത് വോൾട്ടേജ് ഓർ കറണ്ട് എന്ന് പറയുന്നത് AC ആവാം അല്ലെങ്കിൽ DC ആവാം. ടൈപ്പ് ഓഫ് സോളിനോയിഡ് ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് സപ്ലൈ. ഇനി സോളിനോയിഡിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ നമുക്ക് തന്നിട്ടുണ്ടാവുന്നത് ഒരു ഇലക്ട്രിക്കൽ റേറ്റിംഗ് ഉണ്ടാവും, പിന്നെ പ്ലഞ്ചർ പുഷിംഗ് ആണോ പുള്ളിംഗ് ഫോഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, എക്സൈറ്റഡ് ബൈ ദി സ്പെസിഫൈഡ് വോൾട്ടേജ്. And then it is capable of producing both types of actuation motion, linear as well as rotatory. ആ രണ്ട് ടൈപ്പിലും അതിനെ ആക്ച്വേറ്റ് ചെയ്യാൻ പറ്റും. And now next is electric motor. നമുക്ക് കോമൺലി അറിയാം, they are having high speed of response, finer speed control capability. പിന്നെ എത്ര ടൈപ്പ് ഓഫ് ഇലക്ട്രിക് മോട്ടോഴ്സ് ഉണ്ട്? AC ഉണ്ട്, DC ഉണ്ട്. അതിൽ AC-ൽ തന്നെ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്, സിങ്ക്രണസ് മോട്ടർ ഉണ്ട്, പിന്നെ യൂണിവേഴ്സൽ മോട്ടോഴ്സ് ഉണ്ട്, DC മോട്ടർ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മോട്ടോർ വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. പിന്നെ സ്റ്റെപ്പർ മോട്ടോഴ്സ് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഇസ് ബേസിക് എലമെൻറ്റ്സ്. മോട്ടറിൻ്റെ ബേസിക് കമ്പോണൻസ് പാർട്സാണ്. സ്റ്റേറ്റർ ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി പാർട്ടാണ്. ആസ് വി ഓൾ നോ. പിന്നെ റോട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് പാർട്ട്. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് കോയിൽ ആവാം. ഇനി അതുപോലെ തന്നെയാണ് സ്റ്റേറ്ററും. സ്റ്റേറ്റർ കൻ ബി എ പെർമനൻറ്റ് മാഗ്നറ്റ് ഓർ എ കോയിൽ വൈൻഡിങ്. പിന്നെ എന്താ പാട്ടുള്ളത്? ഒരു ആർമേച്ചർ ഉണ്ടാവും, ഒരു ഫീൽഡ് കോയിൽ ഉണ്ടാവും, പിന്നെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. എയർ ഗ്യാപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്ററിനും റോട്ടറിനും തമ്മിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിനെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു മെക്കാനിക്കൽ ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോന്യൂമാറ്റിക് ആക്ച്വേറ്റർ. ഒരു ഇലക്ട്രോന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ച്വേറ്ററാണ്.
കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ, അസംബ്ലി, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ ആൻഡ് പാക്കേജിങ് സിസ്റ്റത്തിലൊക്കെയാണ് ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ഓട്ടോമേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസിങ് സം ലിമിറ്റ് സ്വിച്ചസ്, പ്രോക്സിമിറ്റി സെൻസേഴ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫീഡ്ബാക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിനോയിഡ് വാൽവ് ഉണ്ട്. അത് ഇലക്ട്രിക്കലും ന്യൂമാറ്റിക്കലും സിസ്റ്റം കൂടിയിട്ടുള്ള ഒരു ആക്ച്വേറ്ററാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയും ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെയും ഇടയിൽ ആക്ട് ചെയ്യുന്നത് ഒരു സോളിനോയിഡ് വാൽവാണ്. ഇനി ഇലക്ട്രോ ന്യൂമാറ്റിക് കൺട്രോൾ അകത്ത് നമുക്ക് AC അല്ലെങ്കിൽ DC സോഴ്സസ് യൂസ് ചെയ്യാം ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട്. ഇനി ഇവിടെ ന്യൂമാറ്റിക്കിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ന്യൂമാറ്റിക് ആക്ച്വേറ്റർ പഠിച്ചു. അവിടെ നമ്മളൊരു കംപ്രസ്ഡ് എയറാണ് യൂസ് ചെയ്തത്. അതുപോലെ ഇവിടെ ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്വേറ്ററിൽ ന്യൂമാറ്റിക് പാർട്ടിൽ ഒരു വർക്കിംഗ് മീഡിയം ഇസ് എ കംപ്രസ്ഡ് എയർ. ഇനി ഓപ്പറേറ്റിംഗ് വോൾട്ടേജസ് ഇസ് അറൗണ്ട് 12 വോൾട്ട് ടു 220 വോൾട്ട്സ് ആണ് വരിക. ആൻഡ് ദ ഫൈനൽ കൺട്രോൾ വാൽവ്സ് ഇസ് ആക്ടിവേറ്റഡ് ബൈ solenoid actuation. There are many three important steps ഉണ്ട്. ഇതിൻ്റെ മെയിൻ 3 steps ആണുള്ളത്. ആ മെയിൻ 3 steps എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് സിഗ്നൽ ഇൻപുട്ട് ഡിവൈസസ്, സിഗ്നൽ ജനറേഷൻ such as switches and contactors, various types of contact and proximity sensors. ഇതെല്ലാം സിഗ്നൽ ഇൻപുട്ട് ഡിവൈസസിൽ വരുന്ന. And the second step is signal processing. Signal processing, it is use of a combination of contactors and relays. ഇപ്പോൾ റിലേസിന് പകരം നമുക്ക് PLCs ഉപയോഗിക്കാം. അതുപോലെ മൂന്നാമത്തെ ആണ് the signal in outputs. Signal outputs obtained after processing are used for activation of solenoids, indicators or audible alarms. എന്താണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഇൻഡിക്കേറ്റർ ആണോ, ഓഡിബിൾ അലാം ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ എൻഡ് എലമെൻ്റ് എന്താണോ അതിനെ ആക്ച്വേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സിഗ്നൽ ഔട്ട്പുട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന സിഗ്നൽ ഔട്ട്പുട്ട്. ഇനി ദിസ് ഇസ് എൻ ഇലക്ട്രോ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. യു ക്യാൻ സീ ഹിയർ there is a pilot, output is motion. അവിടെ സ്പ്രിംഗ് ആക്ച്വേറ്റർ കാണാനുണ്ട്. the input M1 is given. This is also a electro-pneumatic actuating system. പിന്നെ ഒരു പിവട്ട് ഉണ്ട് അവിടെ. ആ പിവട്ട് എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, പ്രഷർ വേരിയേഷൻ എന്ന് വന്നിട്ട് ഫൈനൽ എലമെൻറ്റിൽ മോഷൻ ഉണ്ടാകുന്നത്. ആ പ്രഷർ സിഗ്നൽ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ആക്ച്വേറ്റിംഗ് കറണ്ട് കൊടുത്തു. എവിടെ കൊടുക്കുന്നത്? അവിടെ കൊടുക്കുന്നത് ഇവിടെ സോളിനോയിഡിൻ്റെ അവിടെ കൊടുത്തു. 4 to 20 മില്ലി ആംപിയർ പാസ് ചെയ്തു സോളിനോയിഡിൽ. അപ്പോൾ സോളിനോയിഡിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇറ്റ് അട്രാക്ട്സ് ഫ്ലാപ്പർ ഫിക്സഡ് ഓൺ എ പിവട്ട്. ആ പിവട്ടിൽ ഒരു ഫ്ലാപ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലാപ്പർ എന്ന് പറയുന്നത് സോളിനോയിഡിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പം ആ ഫ്ലാപ്പറിന് എന്തുണ്ടാവും, സോളിനോയിഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫ്ലാപ്പർ മൂവ്സ് ആസ് പെർ ദ മാഗ്നെറ്റിക് ഓഫ് കറണ്ട് ടു ദി സോളിനോയിഡ്. അപ്പോൾ അങ്ങനെ അത് സോളിനോയിഡിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു നോസിൽ കാണാം, നോസിൽ ആൻഡ് ഗ്യാപ്പ്. ആ നോസിലും ഗ്യാപ്പും അവിടെ വേരിയേഷൻ വരും. അങ്ങനെ നോസിലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പ്രഷർ സിഗ്നലിൽ വേരിയേഷൻ ഉണ്ടാക്കും. ആ വേരിയേഷൻ വരുമ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വേരിയേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ സോളിനോയിഡിൽ ഒരു കറണ്ട് കൊടുക്കും. ആ കറണ്ട് 4 to 20 ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 4 എന്ന് പറയുന്നത് മിനിമം വാല്യൂ, 20 മില്ലി ആംപിയർ ഇസ് മാക്സിമം വാല്യൂ. അപ്പോൾ ഇതിൽ കൊടുത്തു കഴിയുമ്പം ആ പിവട്ടിൽ ഫ്ലാപ്പർ കണക്ട് ചെയ്തിട്ടുള്ളത് സോളിനോയിഡ് ആക്റ്റീവ് ആകുമ്പം അത് സോളിനോയിഡിൻ്റെ കറണ്ട് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ നോസിൻ്റെ ഗ്യാപ്പ് ഓപ്പണിങ് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ക്ലോസ് ആകുമ്പോൾ ഓപ്പൺ ആവുകയും ചെയ്യും. അതനുസരിച്ച് അവിടെ പ്രഷർ സിഗ്നൽസ് ജനറേറ്റ് ആവും. ആ പ്രഷർ സിഗ്നൽ 3 to 15 PSIയിലാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറവ് സിഗ്നൽ 4 മില്ലി ആംപിയർ ആണെങ്കിൽ നോസിൽ ഔട്ട്പുട്ട് വിൽ ബി മിനിമം. ദാറ്റ് ഈസ് എന്താ പറയുക,
Thus the pressure signal is maximum. Nozzle output minimum ആണെങ്കിൽ pressure signal will be maximum 15 psi ആയിരിക്കും. ഇനിയിപ്പോൾ കറണ്ട് മാക്സിമത്തിലാണെന്നുണ്ടെങ്കിൽ നോസിലിൻ്റെ ഓപ്പണിംഗ് ടു മാക്സിമം ഓപ്പണിംഗ് ആവും. ഓപ്പണിംഗ് മാക്സിമം ആവുമ്പോൾ മാക്സിമം ഫ്ലൂയിഡ് പുറത്തോട്ട് പോകും അല്ലേ. അപ്പോൾ പ്രഷർ വിൽ ബി മിനിമം. അപ്പോൾ പ്രഷർ വിൽ ബി മിനിമം ടു 3 psi. ഇനി ഇതിൻ്റെ ഒരു ഗ്രേറ്റർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോക്സിമിറ്റി സെൻസേഴ്സും PLCs ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മോർ എഫക്റ്റീവ് കൺട്രോളിങ് നമുക്ക് അവൈലബിൾ ആണ്. Next is the advantages. It is integration of various types of proximity sensors and PLCs for very effective control. Higher signal speed, cycle time reduced. Signal can be conveyed over long distances. കുറച്ച് അകലെ വെച്ചിട്ട് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും. Next is the parts. Push button switch used to close or open an electrical control circuit, manually operated ആണ്. Then the second one is limit switches. Any switch that is actuated due to the position of a fluid power component. On actuating it provides an electrical signal. Mechanically operated switch ആണ് limit switches. ഈ pressure switches എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a pneumatic electric signal converter that senses the change in പ്രഷറിലുള്ള ചേഞ്ചസ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാനായിട്ടുള്ളതാണ് പ്രഷർ സ്വിച്ചസ്. ദെൻ നെക്സ്റ്റ് സോളിനോയിഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു ഇലക്ട്രിക്കൽ ആക്ച്വേറ്ററാണ്, ഡയറക്ഷണൽ കൺട്രോൾ വാൽവാണ്, DCV. ഇനി റിലേ, ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് ഫോർ സിഗ്നൽ പ്രോസസ്സിങ്. റിലേക്ക് വരെ നമുക്ക് വേണമെങ്കിൽ PLC യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടൈമേഴ്സ് ഓർ ടൈം ഡിലേ റിലേസ് ടു എഫക്ട് ദ ടൈം ഡിലേ ബിറ്റ്വീൻ വർക്ക് ഓപ്പറേഷൻസ്. ഓരോ ഓപ്പറേഷൻസ് തമ്മിലുള്ള ടൈം ഡിലേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈമർ സ്വിച്ച് സെൻസസ് ദ ടെമ്പറേച്ചർ, ഓപ്പൺസ് ഓർ ക്ലോസസ് ദ ഇലക്ട്രിക്കൽ സ്വിച്ച് വെൻ പ്രീഡിഫൈൻഡ് ടെമ്പറേച്ചർ ഇസ് റീച്ച്ഡ്. അത് പ്രീഡിഫൈൻ ചെയ്തൊരു ടെമ്പറേച്ചർ വാല്യൂ വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് അത് എന്ത് ചെയ്യും, വാൽവ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സ്വിച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാനായിട്ട് യൂസ്. This is a type of actuators and their characteristics. അപ്പോൾ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രോമെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് ആൻഡ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സ്. ഇത്രയും നമ്മളിപ്പോൾ പഠിച്ചു. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും ഒരു കമ്പാരിസൺ ഇസ് ക്രൈറ്റീരിയൻ: ഇൻപുട്ട്, ഔട്ട്പുട്ട്, എനർജി സോഴ്സ്, എനർജി ട്രാൻസ്മിഷൻ എലമെൻറ്റ്, സ്പീഡ് ഓഫ് റെസ്പോൺസ്, കൺട്രോൾ, കോസ്റ്റ്, ഔട്ട്പുട്ട്, മോഷൻ. ഇനി ഇതിൽ ടൈപ്സ് ഓഫ് ആക്ച്വേറ്റേഴ്സ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇസ് ഇലക്ട്രിക് മോട്ടോർ, IC എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സ്, ഇലക്ട്രോ മെക്കാനിക്കലാണെങ്കിൽ വാട്ടർ ഓർ ഗ്യാസ് ടർബൈൻ യൂസ് ചെയ്യുന്നു. ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് എ പ്രഷർ ടാങ്ക് ഓർ കംപ്രസർ. ഇൻ ഹൈഡ്രോളിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഹൈഡ്രോളിക് പമ്പ്, ഇലക്ട്രിക് മോട്ടോർ, IC എഞ്ചിൻ ഇതൊക്കെ യൂസ് ചെയ്യും. ഇനി എനർജി ട്രാൻസ്മിഷൻ എലമെൻറ്റ് മെക്കാനിക്കൽ ഗിയേഴ്സ്, ഷാഫ്റ്റ്, ലിവേഴ്സ് ഒക്കെയാണ്. മെക്കാനിക്കൽ ഇറ്റ് ഇസ് ഇലക്ട്രിക് കേബിൾസ്, ന്യൂമാറ്റിക്കിൽ പൈപ്സ്, ഹോസസ് എക്സെട്ര. ഹൈഡ്രോളിക്സിൽ ഓൾസോ ഇറ്റ് ഈസ് പൈപ്സ് ആൻഡ് ഹോസസ്. സ്പീഡ് ഓഫ് റെസ്പോൺസ് ഇറ്റ് ഈസ് കൂടുതലുള്ളത് മെക്കാനിക്കൽ ആക്ച്വേറ്റേഴ്സിലാണ്. ദ ബെസ്റ്റ് ഇസ് ഫോർ electromechanical actuators and is good for pneumatic and hydraulic actuators. Then controlling is fair for both mechanical and pneumatic actuators and the best for electromechanical actuators and good for hydraulic actuators. And the cost wise നോക്കുകയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളത് electromechanical actuators ആണ്, and it is very costly in case of mechanical actuators, and also hydraulic actuators are very costly. ഔട്ട്പുട്ട് മോഷൻ, ലീനിയർ റോട്ടറി ഓപ്പറേഷൻസ് എല്ലാം പോസിബിൾ ആണ് മെക്കാനിക്കൽ, ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക്സിൽ. ഇലക്ട്രോ മെക്കാനിക്കലിൽ മോസ്റ്റ്ലി റോട്ടറി ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ആക്ച്വേറ്റർ ടൈപ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇലക്ട്രിക്കൽ ആക്ച്വേറ്റേഴ്സ് ദേ ആർ direct interface with computer and symbol design. Have disadvantages: slow thrust, slow speed, no mechanical fail safe hazard. Electromechanical actuators high thrust, high stiffness, and it is complex design. Hydraulic and electro-hydraulic is high thrust and complex design. And pneumatic and electro-pneumatic, it is low cost and slow speed ആണ്. Disadvantages ഉണ്ട്, slow speed ആണ്. And now
next വീഡിയോയിൽ we can cover control valves and shape memory alloys. And thank you.